കാലത്ത് അടുക്കളപ്പണിയൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയതാണ്. അങ്ങനത്തെ പണിയുള്ള ദിവസം അങ്ങനെ വേഗം പണി കഴിക്കും. അതിൻ്റെ ഇടയിൽ ഇതേ ചുണ്ടങ്ങ, ഈ ചുണ്ടങ്ങ കണ്ടോ വല്ലവരും? ഇതെന്തിനാ കൊണ്ടോട്ടം ഉണ്ടാക്കാനും കറി വയ്ക്കാനൊക്കെ തോരനൊക്കെ വയ്ക്കാനായിട്ട് ഉപയോഗിക്കും. അപ്പം നല്ലതാണത്, നമ്മൾ പറമ്പിലൊക്കെ ഉണ്ടാവണമല്ലേ. അപ്പോൾ ഇതൊന്നും മരുന്നൊന്നും അടിക്കാണ്ടുണ്ടാവണ സാധനങ്ങളൊക്കെ, അപ്പോൾ അതൊക്കെ ഗുണങ്ങളും കൂടും. അപ്പോൾ നമുക്ക് ഇപ്പോൾ എന്തിനിപ്പോൾ ഈ പറമ്പിലേക്കൊക്കെ ഇറങ്ങിയിരിക്കുന്നു. കണ്ട കറുപ്പസ്വാമി പറിച്ചു തുടങ്ങി. ഇനി ഞാൻ പറിക്കണം, ഇന്ന് വള്ളിയൊന്നുമില്ല. അപ്പോൾ ഒരു അറ്റത്തു നിന്ന് ഒരു സൈഡിൽ നിന്ന് ഞാനും പറിക്കാൻ പോവാം. മഞ്ഞൾ പറിക്കാൻ ഇറങ്ങിയതാണ്. അപ്പോൾ ഈ ചുണ്ടങ്ങേരെ പൂവ് കണ്ട വഴുതിനീടെ പോലെ ഉണ്ട്. കായ ഇങ്ങനെ ഉരുണ്ടിട്ടാണെങ്കിലും കൂടിയിട്ട് ഇലയൊക്കെ ശരിക്കും വഴുതിനീടെ പോലെ, കനം കുറവുണ്ടെന്നുള്ളൂ. വേണ്ട, അതിൻ്റെ ഷേപ്പൊക്കെ നോക്കിയാൽ അതന്നെ. അപ്പോൾ നമ്മൾ ഇന്ന് മഞ്ഞൾ പറിച്ചെടുക്കണം. മഞ്ഞൾ പറിച്ചെടുക്കേണ്ട സമയം ഏകദേശമൊക്കെ കഴിഞ്ഞപ്പോൾ മഴ പെയ്തപ്പോഴേ പറിക്കാനൊരു എളുപ്പമുണ്ട്. അപ്പോൾ പറിക്കാൻ ഇറങ്ങിയിരിക്കുക. പല സ്ഥലത്തായിട്ടാണ് നട്ടിട്ടിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് പറിച്ചെടുക്കണം. പറിച്ചെടുത്തിട്ട് ഇപ്രാവശ്യം നല്ല രീതിക്ക് തന്നെ മഞ്ഞൾ കൃഷി തുടങ്ങണം. അപ്പോൾ മഞ്ഞൾ ഇപ്പോൾ നമ്മൾക്ക് വീട്ടിലുണ്ടാക്കാനായിട്ടും ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു 2 ചാക്കിലെങ്കിലും നട്ടിടുക കേട്ടോ. അതിൽ നിന്ന് കിട്ടുന്ന മഞ്ഞൾ നമ്മൾ ഉണക്കി പൊടിച്ചൊക്കെ ഉപയോഗിക്കുക. പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ പുറത്തൊന്നും മേടിക്കാത്ത നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ശുദ്ധമായ മഞ്ഞൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ മഞ്ഞൾ ഇത്തിരി പാല് കലക്കി കുടിക്കണം നല്ലതാണ്. അതേപോലെ ഒരു സ്പൂൺ ഒരു ദിവസം നമ്മളെ വയറ്റിലെത്തി കഴിഞ്ഞാൽ ക്യാൻസറിനെ നമ്മൾക്ക് കുറേയൊക്കെ പ്രതിരോധിക്കാനായിട്ട് സാധിക്കും. അത് നമുക്ക് അറിയാലോ, മഞ്ഞളിൽ ഒരുപാട് ഗുണങ്ങളുണ്ടെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് കേട്ടോ. കൊച്ചുകുട്ടികൾക്കായാലും ഒക്കെ ഈ തേനിൽ ഇത്തിരി മഞ്ഞളൊക്കെ ചാലിച്ച് കഴിക്കണമൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഈ മഞ്ഞൾ ശുദ്ധമാവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വീട്ടിൽ തന്നെ കൃഷി ചെയ്യുക, അല്ലെങ്കിൽ നമ്മളത് ഉറപ്പ് വരുത്താം മേടിക്കുന്നിടത്തുനിന്ന് നല്ല ശുദ്ധമായ മഞ്ഞൾ വാങ്ങിക്കുക.